SIP ഒക്കെ ചെയ്യുന്നവർ ഈ പറയുന്ന സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മളീ പറഞ്ഞ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിക്കായിട്ടുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ ആ സമയത്ത് 10x 5x റിട്ടേൺ തന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്പനികൾ നിങ്ങൾക്ക് മൾട്ടി ബാഗർ റിട്ടേൺ തരാനായിട്ട് ആരോടും പറയേണ്ടതാണ് പറയാതെ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പും തിരിച്ചു വരില്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ബൈ ഓൺ ഡിപ്പ് ശരിക്കും ഒരു ട്രാപ്പാണ്. കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായി എന്നുള്ള കൺസെപ്റ്റിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാ സ്റ്റോക്കുകളും ആഡ് ഓൺ ചെയ്യുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? നമ്മൾ പല പോഡ്കാസ്റ്റുകളിലും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും 2021 ശേഷം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം വന്ന ആളുകളാണ്. ഇവർ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഫേസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവരി ചെറിയ കറക്ഷനിൽ തിരിച്ചു വരുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം? ഇതും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ബാങ്ക് FDനേക്കാൾ സേഫാണ് സ്റ്റോക്കിൽ സ്വിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോങ് ടൈം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആക്ച്വലി FDനേക്കാൾ സേഫാണോ സ്റ്റോക്ക് മാർക്കറ്റ്? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. അതായത് 91 മുതൽ 92 വരെയും ഇന്ത്യൻ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ബുള്ളിഷ് റാലി ഹർഷത് മേത്തയുടെ സമയത്ത് നമ്മൾ കണ്ടു. അതിനുശേഷം ആ ഒരു ഹൈ അവിടെ നിന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഹൈ പിന്നീട് മാർക്കറ്റ് കറക്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് 10 വർഷ കാലഘട്ടത്തിന് ശേഷമാണ്. 10 വർഷത്തിന് ശേഷം, ഏകദേശം 2003 ആ ഒരു സമയത്ത്. അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം 500% തോളം ഒരു റാലി 2008 വരെയുള്ള കാലഘട്ടത്തിൽ മാർക്കറ്റ് തന്നു. ആഫ്റ്റർ ദാറ്റ് 2008 കറക്ഷന് ശേഷം മാർക്കറ്റ് ആ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് 2013 അതിനുശേഷം ചെറിയ ചെറിയ ബൗൺസുകളേ ഉണ്ടായുള്ളൂ. കൊറോണയ്ക്ക് ഒരു വലിയ ക്രാഷ് വന്നു. കൊറോണയ്ക്ക് ശേഷം ഏകദേശം 250% ഗ്രോത്താണ് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് മാർക്കറ്റ് കണ്ടത്. അപ്പോൾ ഒരുപക്ഷെ മുന്നിലുള്ളത് ഒരു വലിയ കറക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ വലിയ കൺസോൾട്ടേഷൻ ആണെങ്കിലോ ഒരു 10 കൊല്ലത്തെയോ ഒരു 3 കൊല്ലത്തെയോ നമ്മൾ ബൈ ഓൺ ഡിപ്പ് വാങ്ങേണ്ട സമയമായോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ അന്നത്തെ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഭയങ്കര വ്യത്യാസമില്ലേ? ഇപ്പോൾ കമ്പനീസിൻ്റെ ഗ്രോത്ത് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതല്ലേ അന്നത്തേക്കാൾ പെട്ടെന്ന് കറക്ഷൻ തീരും എന്ന് നമുക്ക് കുറച്ചൊക്കെ അനുമാനിക്കാം. കാരണം അത് കമ്പനിയുടെ ഗ്രോത്ത് കൂടിയതുകൊണ്ടെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആൽഗോ ട്രേഡ്സ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന സാധാ സ്ട്രാഡിലും സ്ട്രാങ്കിളിൻ്റെ ആൽഗോനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എൻട്രീസും എക്സിറ്റ്സും കൊടുക്കാൻ പറ്റുന്ന എൻട്രി എക്സിക്യൂഷൻ അൽഗോരിതംസും എക്സിറ്റ് അൽഗോരിതംസും ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഹൈ എൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമുള്ള ലിക്വിഡിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പയ്യെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലിക്വിഡിറ്റി വളരെ ഹൈ ആണ് എന്ന് നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഏതൊക്കെ സ്റ്റോക്സാണ് വാങ്ങുക? ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് വാങ്ങിയ സ്റ്റോക്കുകളുടെ പേര് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. എല്ലാവരും ബൈ ചെയ്യാൻ പോകുന്നത് വല്ല കൊച്ചിൻ ഷിപ്പ്യാർഡോ അല്ലെങ്കിൽ മാസ്ഡോക്കോ അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സോ. കാരണം എന്താ? ഇതൊക്കെ 50-60% ഇടിഞ്ഞേക്കാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കാണോ ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ പോഡ്കാസ്റ്റുകളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് കിടക്കുമ്പോൾ വാങ്ങണം, നല്ല സ്റ്റോക്സ് വാങ്ങണം. അപ്പോൾ ഏതാണ് ഈ നല്ല സ്റ്റോക്സ്? എല്ലാ കമൻറ്റിലും ഉണ്ട്. ഓക്കെ സുനിലെ, എനിക്ക് ഒരു 4 നല്ല സ്റ്റോക്സിൻ്റെ പേര് പറയൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റോക്സിൻ്റെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ നല്ല സ്റ്റോക്കുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള മാർക്കറ്റ് കറക്ഷനിൽ പലപ്പോഴും ചില മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ തിരിച്ചു വരാത്ത അവസ്ഥയിലോട്ടൊക്കെ പോവാം. യെസ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പും തിരിച്ചു വരില്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഒന്ന്, ക്യാഷ് ഫ്ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കറക്ഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി ഒരു സ്ലോ ഡൗണിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ് അല്ലേ? അപ്പോൾ അതായത് രാജ്യം ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പാണ് സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും ഒക്കെ അല്ലെങ്കിൽ മിഡ് ക്യാപ്പൊക്കെ നന്നായിട്ട് വളരും.
ഭയങ്കര സ്പീഡിൽ വളരും. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലായിരിക്കും. 80% ആൾക്കാർ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ലാർജ് ക്യാപ്പിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ത്രില്ല് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ, കാരണം വെച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കുറവായതുകൊണ്ട് തന്നെ 10x 100x. ഇപ്പം ടാറ്റ മോട്ടോഴ്സൊക്കെ ലാർജ് ക്യാപ്പ് കമ്പനി തന്നെയാണെങ്കിൽ പോലും അതിൽ പോലും 10x ടു റിട്ടേൺസ് വന്നു. ഇപ്പോൾ ഡിക്സണൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ഇരട്ടി റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതാണ് മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും അത്ര വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ അങ്ങോട്ട് ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു കറക്ഷൻ ഫേസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികൾക്കിടെ ഓണേഴ്സ് ഈ സ്റ്റോക്കുകളെ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കടത്തിന് വേണ്ടി പ്ലെഡ്ജ്. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 കോടി രൂപയ്ക്ക് കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് ഓണർ പ്ലെഡ്ജ് ചെയ്തു എന്ന് വിചാരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അങ്ങനെ പ്ലെഡ്ജൊന്നും അല്ല ചെയ്തിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3000 രൂപ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടായിരുന്നപ്പോഴാണ് 1 കോടി രൂപയ്ക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്സ് പ്ലെഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്പർ ഒരു എക്സ് നമ്പറായിട്ടുള്ള സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്ത് 1 കോടി രൂപ കടം മേടിക്കുന്നു. അപ്പോൾ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് കൊടുത്തത് ഏകദേശം പ്ലെഡ്ജ് ചെയ്തതിൻ്റെ ഒരു 80% ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ലോൺ കിട്ടുക. അപ്പോൾ ഒരു 1.5 കോടി രൂപയുടെ സ്റ്റോക്ക് കൊടുത്താലാണ് ചിലപ്പോൾ 1 കോടി രൂപ കടമായിട്ട് കിട്ടുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് എന്ത് പറ്റി? 3000-ൽ നിന്ന് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 1200 പോയി. അതായത് പണയം വെച്ച് വസ്തുവിൻ്റെ വില 1 കോടി രൂപേനേക്കാൾ കുറഞ്ഞു എന്ന് കാണുമ്പോൾ ബാങ്കുകാർ എന്ത് പറയും? നിങ്ങളുടെ വസ്തുവിൻ്റെ വില കുറഞ്ഞു, ബാക്കി പൈസ നിങ്ങൾ തരണം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്സ് തരണം എന്ന് പറയും. നമ്മൾ ഗോൾഡൊക്കെ ലോൺ വെക്കുമ്പോൾ പറ്റുന്ന അതേ അവസ്ഥ. നമ്മൾ ഗോൾഡ് ലോൺ വെച്ചു, ഗോൾഡിൻ്റെ വില താഴെ പോയി കഴിഞ്ഞാൽ ബാങ്കുകാർ വിളിക്കും, നിങ്ങൾ ബാക്കി പൈസ കൊണ്ടുവന്ന് അടയ്ക്കണം, ഗോൾഡ് വെക്കണം. ഇതേ അവസ്ഥ വരും. അപ്പോൾ പല കമ്പനികളുടെയും മെയിനായിട്ടുള്ള ക്യാഷ് ഫ്ലോനെ ഇത് ബാധിക്കുകയും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാതിരിക്കും. അതായത് ദൈനംദിന ചിലവുകൾക്ക് പോലും ക്യാഷ് ഫ്ലോ ഇഷ്യൂ വരും. ഓക്കെ, അതായത് ഇങ്ങനെ വരുന്ന പൈസ ഇവർ എവിടെ നിന്നായിരിക്കും കൊണ്ടുപോയി അടയ്ക്കുക? കമ്പനിയുടെ ചിലവിന് വെച്ചിരിക്കുന്ന ക്യാഷ് റിസർവ് ചെയ്ത് കൊണ്ടുപോയി അടക്കിയില്ലേ? അപ്പോൾ എന്ത് പറ്റും? കമ്പനി ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് മാറും. പലപ്പോഴും ഓണറിന് ഈ ഷെയർസ് ബാങ്കുകൾക്ക് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും? ഇത് ക്യാഷ് ആക്കാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ കൂടുതൽ സപ്ലൈ വരികയും കൂടുതൽ സ്റ്റോക്ക് താഴത്തോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളുടെയും അവസ്ഥ ദയനീയമായിട്ട് മാറും. പല കമ്പനികളും ചരിത്രത്തിൽ തന്നെ തിരിച്ചു വരാത്ത അവസ്ഥയിലോട്ടൊക്കെ പൂട്ടിപ്പോകുന്ന വക്കിലൊക്കെയൊക്കെ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലെഡ്ജ് ചെയ്യാത്ത കമ്പനികളെ തിരഞ്ഞെടുക്കാനായിട്ട്, പ്ലസ് ഡെപ്റ്റ് ഇല്ലാത്ത, പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലെഡ്ജ് മാത്രമല്ല കടമില്ലാത്ത കമ്പനികളെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലും ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ രക്ഷപ്പെടാം. പിന്നെ ഓപ്പറേഷണൽ മാർജിൻ എന്ന് പറയുന്ന ഒരു ടൈം, അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമാണ്. അതായത് ഒരു കമ്പനി വളരുമോ അല്ലെങ്കിൽ എക്സ്പോൺഷ്യലായിട്ട് വളരുമോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഓപ്പറേഷണൽ മാർജിനാണ്. ഓപ്പറേഷണൽ മാർജിൻ ഹൈ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ റിസ്ക് കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ബിസിനസ് ഇച്ചിരി എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാലും ഓപ്പറേഷൻ മാർജിൻ പ്രശ്നമില്ല എന്നുള്ളൊരു ഹൈ ഓപ്പറേഷൻ മാർജിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ്സിൽ ഒരു 100 രൂപയുടെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ 3 രൂപ മാത്രമേ ലാഭം കിട്ടുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ മാർജിൻ 3 ആണ്. അങ്ങനെ ഒരു കമ്പനിയാണ്, നല്ല വലിയ ബിസിനസ്സാണ്, ഭയങ്കര വലിയ കമ്മിറ്റ്മെൻറ്റാണ്, കമ്പനി ഭയങ്കര വലുതാണ്. പെട്ടെന്ന് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം വരികയും ഓപ്പറേഷൻ മാർജിൻ ഒരു 15%-നേക്കാൾ കൂടുതലുള്ളത്, അത് എത്ര മാക്സിമം ഉണ്ട്? ഇപ്പോൾ 50% ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. 50% കമ്പനികളൊക്കെ വളരെ കുറവാണ്, പക്ഷെ അത്ര ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ഓപ്പറേഷണൽ മാർജിനുള്ള, പ്ലസ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, ഡെപ്റ്റ് കടമില്ല, ഞാൻ പറയും കടമില്ലാത്ത കമ്പനികൾ, ഡെപ്റ്റ് കുറവ് നോക്കി കടയില്ലാത്ത പ്ലെഡ്ജ് ചെയ്യാത്ത സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം മിഡ് ക്യാപ്പിൽ നിന്ന് സ്മോൾ ക്യാപ്പിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ബൈ ഓൺ ഡിപ്പ് എല്ലാ ട്വിറ്റർ നോക്കിയാലും ഫുൾ ബൈ ഓൺ ഡിപ്പാണ്. കഴിഞ്ഞ ദിവസം പിയാസുന്ദൻ്റെ ആ ട്വിറ്റ് കണ്ടിരുന്നു? മെസ്സേജസ്, അതായത് റീറ്റെയിലേഴ്സ് ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതുകൊണ്ട് സന്തോഷിക്കുന്ന FIS ആണ്. അവർ എക്സിറ്റ് അവസാനിപ്പിച്ചിട്ടില്ല, അവർ എക്സിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവർ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ? അവർക്ക് അവരുടെ റൈറ്റ് പ്രൈസിലോട്ട് മാർക്കറ്റ് കൊണ്ടുപോകണം. അവർക്ക് ഡോളർ ഇൻഡെക്സിൽ കൂടുതൽ റിട്ടേൺ കിട്ടുമെങ്കിൽ അവർ ഇവിടെ നിന്ന് ഇനിയും സെല്ല് ചെയ്യും തന്നെയാണ്.
നമ്മുടെ എല്ലാ പോഡ്കാസ്റ്റുകളിലും പറയുന്ന പോലെ കറക്ഷൻ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു മേജർ സിംഗിളോ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും നമുക്ക് താഴത്തോട്ട് പോകാൻ സ്ഥലമുണ്ട്, ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ പോയേക്കാം എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കഴിഞ്ഞ തവണ ഹൈ വാല്യൂ നടത്തിയ ഹൈ മൂവ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കുകളല്ല നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. നല്ല ഫണ്ടമെൻ്റലുള്ള നല്ല ഓപ്പറേഷണൽ മാർജിനുള്ള കടമില്ലാത്ത മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ. അതെ, വളരെ കുറച്ച് കമ്പനികൾ ഉണ്ടാകൂ. ഉള്ള കമ്പനികൾ ഭയങ്കര ഹൈ വാല്യൂഷനിലായിരിക്കും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കയ്യിൽ ഉള്ള ഇപ്പോൾ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യും? കയ്യിലുള്ള സ്റ്റോക്ക് മിഡ് ക്യാപ് കമ്പനികൾ ക്യാഷ് ഫ്ലോസ് കൃത്യമായിട്ട് നോക്കുക. ആ കമ്പനി ക്യാഷ് ഫ്ലോയ്ക്ക് പ്രോബ്ലംസ് നേരിടുന്ന കമ്പനിയാണെങ്കിൽ ഉള്ള നഷ്ടത്തിൽ ഇറങ്ങിപ്പോവുക. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു കയറിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പും തിരിച്ചു കയറണമെന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ChatGPT പോയിട്ട് ഒരു സോട്ട് അനാലിസിസ് എങ്കിലും ചെയ്യാം. അതെ അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സോട്ട് അനാലിസിസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ഇപ്പോൾ പെയ്ഡ് വെർഷനൊക്കെ ആണെങ്കിൽ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ച് തന്നെ അത് ചെയ്തു തരും. SWOT അനാലിസിസ്, ഓപ്പർച്യൂണിറ്റി, വീക്ക്നെസ്, ത്രെറ്റ്. യെസ്, ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നെങ്കിലും അറിയാൻ പറ്റും. അതെങ്കിലും ചെയ്യാനായിട്ടല്ലേ. അതായത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാനുള്ള സോഴ്സസ് ഒരുപാടാണ് അല്ലേ. നമുക്ക് ഇതെന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ ഒരു എഫേർട്ടെങ്കിലും ഇടുന്നവരാണ് ഇനിയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ. ഈ എഫേർട്ട് ഇടാൻ പറ്റില്ലേ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യും. അതെ, ഇപ്പോൾ ICICI പ്രൊഡൻഷ്യലിൻ്റെ ഒരു CEO ആണോ ഫണ്ട് ഹൗസ് മാനേജറാണോ, പുള്ളിയുടെ ഒരു ട്വീറ്റ് വന്നിരുന്നു. അതായത് നിങ്ങൾ SIP സ്റ്റോപ്പ് ചെയ്യുക, SIP ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം പറയാനുള്ള റീസൺ, സെയിൽസുകാർ ഇങ്ങനെ സെയിൽസ് നടത്തി മ്യൂച്വൽ ഫണ്ട് കൊണ്ടുപോയി ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് മാനേജ് ചെയ്യുന്നവർക്ക് ഇത് എവിടെ കൊണ്ടുപോയി ഇടാനാണ്? ക്യാഷ് റിസർവ് അവരിപ്പോൾ ചെയ്യുന്ന ഗവൺമെൻറ് ബോണ്ടുകളിലൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോയി ഇടുന്നത്. ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പകരം എന്താ പ്രശ്നം എന്നറിയും? ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സ്മോൾ ക്യാപ് ഫണ്ട്, ഇങ്ങനെയുള്ള ഫണ്ടുകൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുക. ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ പ്രശ്നം എന്താണ്? ഫണ്ട് മാനേജർക്ക് എവിടെ കൊണ്ടുപോയി ഇടാൻ പറ്റുള്ളൂ? സ്മോൾ ക്യാപ് കമ്പനിയിലേ കൊണ്ടുപോയിടാൻ പറ്റുള്ളൂ. മിഡ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ്പിൽ കൊണ്ടുപോയിടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മാനേജറിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കൂ. നിങ്ങൾ ഫ്ലെക്സി ക്യാപ്പുകളിലോ ബ്ലൂ ചിപ്സിലോ മാത്രം ഇടുക, തിമാറ്റിക് ഫണ്ടുകളിൽ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഗുണം എന്താണ്? ഫ്ലെക്സി ക്യാപ്പിൽ മാനേജറിന് തീരുമാനിക്കാം ലാർജ് ക്യാപ്പ് വേണോ, മിഡ് ക്യാപ്പ് വേണോ, സ്മോൾ ക്യാപ്പ് വേണോ എന്ന്. അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് ഗ്രോ ചെയ്യുന്ന സമയത്ത് പുള്ളി സ്മോൾ ക്യാപ്പ് ആയിരിക്കും എടുക്കുക, ലാർജ് ക്യാപ്പ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് പുള്ളി ലാർജ് ക്യാപ്പ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ഈ തിമാറ്റിക് ഫണ്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് ഫ്ലെക്സി ക്യാപ്പുകളും അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് മാത്രം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് ആദ്യം മൂവ് ചെയ്യുന്നത് ബ്ലൂ ചിപ്സ് ഫണ്ടുകളായിരിക്കും. തീർച്ചയായിട്ടും. എന്നിട്ടേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അണങ്ങി തുടങ്ങൂ എന്നുള്ളതാണ്. ഒരിക്കലും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും അല്ല ഒരു കറക്ഷൻ ഫേസ് കഴിഞ്ഞാൽ ആദ്യം തിരിച്ചു കയറുക. അപ്പോൾ ICICI പ്രൊഡൻഷ്യലിൻ്റെ ആൾ പറഞ്ഞതുപോലെ തന്നെ SIP ഒക്കെ ചെയ്യുന്നവർ ഈ പറയുന്ന സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുകയോ ഷിഫ്റ്റ് ചെയ്യുകയോ ഫ്ലെക്സി ക്യാപ്പുകളിലോട്ടോ ലാർജ് ക്യാപ്പുകളിലോട്ടോ അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൻ്റെയൊക്കെ ഒരു 3 കൊല്ലമൊക്കെ കറക്ഷൻ നീണ്ടു പോയി കഴിഞ്ഞാൽ 3-4 വർഷം ഒരു റിട്ടേണും ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് പോലും വരില്ല. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോഴും ഇപ്പോൾ നിൽക്കുന്ന അതേ വില തന്നെയായിരിക്കും ഒരു പക്ഷേ എന്ത് ചെയ്യുക, 5 കൊല്ലം കഴിഞ്ഞ് നിൽക്കുക. പക്ഷേ നമ്മളീ പറഞ്ഞ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിക്കായിട്ടുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ ആ സമയത്ത് 10x 5x റിട്ടേൺ തന്നേക്കാം. റൈറ്റ്. അപ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ നമ്മൾ FISൻ്റെ ലിക്വിഡിറ്റി മാത്രമായിട്ട് അവർക്ക് വിറ്റ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് മാറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കറക്ഷൻ തീരാൻ സാധ്യതയായിട്ട് സമയമായിട്ടില്ല, ഫെബ്രുവരി എൻ്റെ ആയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഇനിയും സമയങ്ങൾ എടുത്തേക്കാം. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർച്ചോടുകൂടി എൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഒന്നല്ലെങ്കിൽ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലുകൾ 21,000 ലെവല് ഒരു മാർച്ച് 20 എത്തുകയാണെങ്കിൽ നമുക്ക് കറക്ഷൻ്റെ മാർച്ച് 20 ഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 അത് പലരും ഞാൻ കണ്ടു. അത് വേറെ ഒന്നുമില്ല, നമ്മൾ മാർക്കറ്റ് സൈക്കിൾസ് എന്ന് പറയുന്ന കുറച്ച് ഡേറ്റ്സ് ഉണ്ട്.
ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടുള്ള ഡേറ്റ്സ് അല്ല. ഇപ്പോൾ നിങ്ങൾ ഗ്യാൻ തിയറി ഒക്കെ പഠിക്കുകയാണെങ്കിൽ, ഗ്യാൻ്റെ ബുക്സ് വായിക്കുകയാണെങ്കിൽ ചില മാർക്കറ്റ് സൈക്കിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില ഡേറ്റ്സിലായിരിക്കും ബുള്ളിഷ് ട്രേഡ് തീരുക, ബിയറിഷ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക, മാർക്കറ്റിൻ്റെ റിവേഴ്സൽസ് ചില ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ മാർച്ച് 20 എന്നൊക്കെ പറയുന്നത് ഒരു സൈക്കിൾ എൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ്സ് ഇങ്ങനത്തെ ഒരു 3-4 സൈക്കിൾസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഇത്തരത്തിലുള്ള സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ബുള്ളിഷ് റാലി, ബിയറിഷ് റാലി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ എക്ലിപ്സ് ബേസ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ മൂൺ സൈക്കിൾ ബേസ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം മൂൺ സൈക്കിൾ ആൻഡ് നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റ് സൈക്കിൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് സൈക്കിളിൽ മാർച്ച് 20 വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനത് ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് മാർച്ച് 20 എന്നുള്ള ഒരു ഡേറ്റിൽ ഞാൻ പറയുന്നത്. മാർച്ച് 20 കൂടെ 21,000 എന്ന് പറയുന്ന ഒരു കറക്ഷൻ ലെവൽ, ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മാർച്ച് 20 അത് ഞാൻ വെച്ചാൽ അന്ന് വല്ല എന്തെങ്കിലും കാര്യം വരുന്ന ദിവസമാണോ എന്നുള്ളൊരു ഇല്ല. മാർച്ച് 20 സ്വിച്ച് ഇട്ടമാര് മാർക്കറ്റ് തിരിയുന്നല്ല, ചിലപ്പോൾ അത് 1-2 അത് ഏകദേശം ഒരു സൈക്കിൾ എൻഡ് അവിടെയാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ മാത്രം അതിനെ കാണാം. സുനിൽ മാർച്ച് 20 പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് തിരിയോ? ഇല്ല, അങ്ങനെയല്ല. അത് പറയാനുള്ള റീസൺ ഇതൊക്കെയാണ്, ടൈമിംഗ് മാത്രം ബേസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബൈ ചെയ്യുന്നത്, ഈ ഡിപ്പിൽ ബൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വളരെ ക്ലാരിറ്റി നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. യെസ്, അതെ. ചുമ്മാ പോയിട്ട് ബൈ ഓൺ ഡിപ്പ്, ഓഫർ ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ കുറച്ച് തുടങ്ങി, അവരൊക്കെ ഫിയർ അടിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ബൈ ഓൺ ഡിപ്പ് എന്ന് മനസ്സിലാക്കണം. നല്ല സ്റ്റോക്കുകളെ മാത്രം ചൂസ് ചെയ്യണം. നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് ഇതിനെ ഇത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അത് ഉപയോഗപ്പെടുത്തുക, പോർട്ട്ഫോളിയോയിൽ സ്ട്രോങ് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുനിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാണ് 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇനി അടുത്ത ഹൈ ഉണ്ടാവണമെന്നൊക്കെ പറയുന്നത് ഞാൻ ഓർഡർ തരും. അല്ല, എല്ലാവരും പേടി. കാരണം ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ റീസെൻ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ വിചാരം താഴ്പോയി ഇപ്പോൾ തന്നെ പൊങ്ങി വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എല്ലാവരും മാർക്കറ്റിനെ കാണുന്നത്. ഇപ്പോൾ കാര്യം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള കടമുള്ള കമ്പനികളിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്താൽ നമുക്ക് ഈ കാര്യം, ടെക്നിക്കൽ അനാലിസിസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ പിടികിട്ടില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്തോളണം? ഫണ്ടമെൻ്റൽസ് കൂടി നോക്കണം. പല ബിഗിനേഴ്സും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ്? ടെക്നിക്കലി ഓക്കെ ഇതൊരു മേജർ സപ്പോർട്ട് ലെവലാണ്, എങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം എന്നാണ് കരുതുന്നത്. അവർ സ്റ്റോപ്പ് ലോസ് തൊട്ട് വെക്കുകയില്ല. അതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രം നോക്കരുത്. ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്ന ഒരാളാണ്, ഫണ്ടമെൻ്റലിനൊക്കെ കൂടുതലായിട്ട്. സോ അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഈ ഒരു അൺയൂഷ്വൽ ബെയറിഷ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വെരി ലെസ്. അല്ല, വർക്ക് ചെയ്യും ഇല്ല എന്നല്ല, പക്ഷെ അവിടെ ഒരു സ്റ്റോപ്പ്, ടെക്നിക്കലിനല്ലാത്ത സ്റ്റോപ്പ്. പലരും ടെക്നിക്കൽ നോക്കിയിട്ട് ലോങ് ടൈം കൈവയ്ക്കും. അതാണ് വർക്ക് ചെയ്യാതെ. ലോങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഫണ്ടമെന്റൽ തന്നെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. സോ എന്തായാലും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്സ് ആഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട് തന്നെയാണ് ആദ്യം നിങ്ങൾ ആവറേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലേ, പിടിച്ചു നിൽക്കുന്ന എത്രയോ ലാർജ് ക്യാപ് ഫണ്ടുകളുണ്ട്, എത്രയോ നല്ല ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഇപ്പോഴും നിയർ ടു ഓൾ ടൈം ഹൈ സീരിയസ്ലി 5% മാത്രം ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 5% ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്ന ഒരു 10ഓളം ലാർജ് ക്യാപ് സ്റ്റോക്കുകളുണ്ട്. സോ ജസ്റ്റ് കണ്ണുമൂട്ടിയ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും അങ്ങനെ സോർട്ട് ചെയ്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് സോർട്ട് ചെയ്ത സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രഹസ്യമായിട്ട് വയ്ക്കുക. ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധം പറയില്ല, കാരണം അത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കണ്ടുപിടിച്ച് നല്ല ഓപ്പറേഷണൽ മാർജിനുള്ള കടമില്ലാത്ത ചില കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള കറക്ഷൻ ഫേസിൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്പനികൾ നിങ്ങൾക്ക് മൾട്ടി ബാഗർ റിട്ടേൺ തരാനായിട്ട് ആരോടും പറയേണ്ടതാണ്, പറയാതെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു 10-20% കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എല്ലാവരും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എഗെയിൻ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.